Welcome to Bible in Showbiz View. The Gospel of Matthew, chapter 28, 11 through 15, explains the appearance of Jesus to his disciples after the resurrection. ആമുഖം. മത്തായി 28 അധ്യായം 11 മുതൽ 15 വരെയുള്ള ഭാഗത്തിന്റെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം നമുക്ക് പരിശോധിക്കാം. ഈ ഭാഗം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്ന സംഭവമാണ്. അത് മരണത്തിന്മേലുള്ള അവന്റെ വിജയത്തിന്റെ ശക്തമായ തെളിവാണ്. സന്ദർഭം: ശൂന്യമായ ശവകുടീരവും അവിടെ ദൂതന്മാരെ കണ്ടതുമായ വിവരങ്ങൾ സ്ത്രീകൾ ശിഷ്യന്മാരെ അറിയിക്കുവാൻ പോയി. ഈ കാവൽക്കാർ സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരോടും മൂപ്പന്മാരോടും അറിയിച്ചു. സൈനികരുടെ റിപ്പോർട്ട്: മുഖ്യ പുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിന്റെ പുനരുത്ഥാന വാർത്ത തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അവർ പട്ടാളക്കാർക്ക് ഒരു വലിയ തുക കൈക്കൂലി കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവനെ മോഷ്ടിച്ചു എന്ന തെറ്റായ വിവരണം പ്രചരിപ്പിക്കാൻ പടയാളികളോട് നിർദ്ദേശിച്ചു. ഈ നുണയുടെ ഉദ്ദേശം യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ സത്യത്തെ ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു. ദൈവശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ: യേശുവിന്റെ മരണത്തിന്മേലുള്ള വിജയത്തിന്റെ യാഥാർത്ഥ്യത്തെ അടിച്ചമർത്താൻ ചില മത നേതാക്കന്മാർ എത്രത്തോളം ശ്രമിച്ചുവെന്ന് ഈ ഭാഗം എടുത്തു കാണിക്കുന്നു. അവരുടെ ശ്രമങ്ങൾക്കിടയിലും യേശുവിന്റെ പുനരുത്ഥാനം സുവിശേഷ സന്ദേശത്തിന്റെ ഒരു പ്രധാന തത്വമായി തുടരുന്നു. 1 കൊരിന്ത്യർ 15 പൗലോസ് ഊന്നി പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിഷ്ഫലമാണ്, നാം ഇപ്പോഴും നമ്മുടെ പാപങ്ങളിലാണ്. എന്നിരുന്നാലും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ നമ്മുടെ വിശ്വാസം പ്രത്യാശയിൽ അധിഷ്ഠിതമാണ്. സംഗ്രഹം: പുനരുത്ഥാനം നമ്മുടെ വിശ്വാസത്തിന് അത്യന്താപേക്ഷിതമാണ്. അതില്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനിത്വം ഒരു വ്യാജ മാർഗമായി തീരുമായിരുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ യേശു മരണത്തെ ജയിച്ചുവെന്നും നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നുവെന്നും നമുക്ക് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയും. നമ്മുടെ രക്ഷകന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നമുക്ക് ആഘോഷിക്കുകയും ഈ മഹത്തായ സത്യം മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യാം. താങ്ക് യു.